ഹലോ, ഹൗ ആർ യു? വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മുടെ ഗുൽബർഗയിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് വന്ദേ ഭാരതിലെ യാത്രയെ കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരും കേരളത്തിലുള്ളവരും കേരളത്തിന് വെളിയിലുള്ളവരും വന്ദേ ഭാരതിൽ യാത്ര ചെയ്ത് കുറെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാനും വിചാരിച്ചു എന്നാ പിന്നെ ഞങ്ങളുടെ ചാനലിലും ഒരു വീഡിയോ ഇട്ടേക്കാമെന്ന്. തൊട്ട് കയറിയപ്പോ എൻട്രി ഒക്കെ വളരെ അത്യുത്തമമായിരുന്നു. വളരെ എന്താ പറയുന്ന ഒരു ഫ്ലൈറ്റിൽ കയറുന്ന ഒരു പ്രതീതിയോടെയാണ് ഞാൻ ഉള്ളിൽ കയറിയത്. ഉള്ളിൽ ചെന്നു, സീറ്റ് കണ്ടു. സീറ്റിൽ വന്നിരുന്നപ്പോഴാണ് ആ കറുത്ത സത്യം ഞാൻ മനസ്സിലാക്കിയത്. അത്ര വൃത്തി പോരാ എന്ന് മുഴുവനായിട്ടും പറയാൻ പറ്റില്ല. കാരണം അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കറക്റ്റായിട്ട് ക്ലീനിങ് ഒന്നും ഇല്ലാന്ന്. ഗ്ലാസ് ഒന്നും നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ വിൻഡോയുടെ സൈഡുകളിലൊക്കെ നിറയെ അഴുക്ക്. ഇതിലും ഭേദം ലോക്കൽ ട്രെയിൻ ആയിരുന്നു. ചുമ്മാ പറഞ്ഞ കേട്ടോ. അത്രയൊന്നും ഇല്ലെങ്കിലും ഒരു ക്ലീനിങ് അത്ര പോരാ എന്ന് വളരെ തോന്നി എനിക്ക്. അതേപോലെ തന്നെ സീറ്റിനടിയിൽ നല്ല ചാർജിങ്, USB ചാർജിങ്ങിനും അതേപോലെ തന്നെ പ്ലഗ് പോയിന്റിനുമുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ ലെഗ് സ്പേസ് ഇച്ചിരി കുറഞ്ഞു പോയോ എന്നൊരു സംശയം. ട്രേ ഒക്കെ വെച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാനും അല്ലെന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാനോ എന്തിനു വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. രാവിലെയായി വളരെ സുന്ദരമായ കാഴ്ചകളും കണ്ട് യാത്ര ചെയ്യാം. വന്ദേ ഭാരതിന്റെ ഒരു ഗുണം എനിക്ക് തോന്നിയത് സീനറി നല്ല അടിപൊളിയായിട്ട് കാണാം. ലൈൻസ് ഉണ്ട് എങ്കിലും നല്ല രീതിയിലുള്ള വ്യൂ ഉണ്ട്. ഒരു 9:30-10 ആയപ്പോഴേക്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എത്തി. ബ്രേക്ക്ഫാസ്റ്റിൽ കഴിക്കാനുള്ളത് ബ്രെഡ് ഓംലേറ്റ് ഉണ്ടായിരുന്നു, 2 ബ്രെഡിന്റെ സ്ലൈസ് ഉണ്ടായിരുന്നു, ജാം ഉണ്ട്, ബട്ടർ വന്നു, ഒരു കപ്പ് കേക്കും. അത്ര വലിയ ടേസ്റ്റ് ഉണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല, എങ്കിലും കൊള്ളാം, അഡ്ജസ്റ്റ് ചെയ്യാം. അത്രയും കാശ് കൊടുക്കുന്നല്ലേ, എന്തെങ്കിലും കിട്ടണ്ടേ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം, ചായയോ കാപ്പിയോ പഴയതുപോലെ എന്ത് വെള്ളത്തിലാണ് ചായയും കാപ്പിയും ഉണ്ടാക്കുന്നതിനുള്ള ടെൻഷൻ ഇല്ല. കാരണം ചൂടുള്ള ഒരു ഗ്ലാസ്സിൽ കൊണ്ടുതരും, അതിലേക്ക് പൗഡർ ഇട്ടാൽ മതി, ഇൻസ്റ്റന്റ് കോഫി റെഡി. അത്ര വലിയ രുചിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ബാത്റൂം ഒക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട്. വളരെ വൃത്തിയുള്ള മിറേഴ്സ് ആയിരുന്നു. നല്ല എപ്പോഴും ക്ലീൻ ചെയ്യുന്നുണ്ടെന്നാ തോന്നുന്നത്. അതേപോലെ തന്നെ ഒരു ഹാൻഡ് ഡ്രയർ ഉണ്ട്, എയർ ഫ്രഷ്നർ ഉണ്ട്. നല്ല വൃത്തിയുള്ള ബാത്റൂം, കുറ്റം പറയാനായിട്ടൊന്നുമില്ല ബാത്റൂമില്. ടോയ്ലറ്റ് പേപ്പർ, അതേപോലെ തന്നെ സോപ്പ് ഡിസ്പെൻസർ, വളരെ വൃത്തിയുള്ള ബാത്റൂം. ഇത് കാണുമ്പോ ഈ ട്രെയിനിനേക്കാളും വളരെ ഭംഗി അതിലെ വെളിയിലത്തെ കാഴ്ചകൾ കാണാനാണെന്ന് തോന്നിപ്പോയി. സമയം പോയത് അറിഞ്ഞില്ല. അപ്പോഴേക്കും ഉച്ചക്കത്തെ ഭക്ഷണം എത്തി. ഭക്ഷണത്തിൽ ചപ്പാത്തി, 2 തരം ചിക്കൻ കറി, ദാല്, ചോറ്, പിന്നെ കുറച്ച് സബ്ജി, തൈരും. സുലഭം. പക്ഷെ കണ്ടതിന്റെ അത്രയും ടേസ്റ്റ് അത്രയില്ല. വയറ് നിറഞ്ഞു, ഇനി ഒരു ഉറക്കമാവാം എന്ന് പറഞ്ഞ ഒരു ഉറക്കത്തിലേക്ക് കടക്കാൻ തുടങ്ങിയപ്പോഴാണ് വെളിയിലെ കാഴ്ചകൾ വീണ്ടും വളരെ ഭംഗിയേറിയതായത്. എന്നാ പിന്നെ അതും കണ്ടുകൊണ്ടിരിക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ദീർഘദൂരത്തെ യാത്രകളെല്ലാം വളരെ ഭംഗിയുള്ളതായി, വളരെ സന്തോഷം. പക്ഷേ എന്താ പറയുന്നത്, എന്തോ ഒരു കുറവുള്ളതുപോലെ. അങ്ങനെ നോക്കിയിരിക്കെ സ്റ്റേഷൻ എത്താറായി എന്നുള്ളൊരു തോന്നലെത്തി. അങ്ങനെ പറഞ്ഞ് നാവ് മനസ്സിലോട്ടിട്ടതേ ഉള്ളൂ. എത്തി സ്റ്റേഷൻ. നിങ്ങൾക്ക് തോന്നും ഇവരെന്താ ഈ പറയുന്നേ, നാവ് മനസ്സിലേക്കിടേ. അല്ല, സംസാരിക്കുമ്പോൾ നാവ് വായിലോട്ടിടാം. അതേപോലെ തന്നെ മനസ്സിൽ ചിന്തിക്കുമ്പോൾ നാവ് മനസ്സിലോട്ടിട്ടു. ബുദ്ധിമുട്ടുണ്ടാ? ഇല്ലല്ലോ. രാത്രി ആയതുകൊണ്ട് വന്ദേ ഭാരതത്തിന് മുൻവശം ശരിക്കും അങ്ങോട്ട് കാണാൻ പറ്റിയില്ല. എന്തായാലും കൊള്ളാം, വളരെ ഭംഗിയേറിയതായിരിക്കുന്നു. ഓറഞ്ചും ഗ്രേയും, വളരെ സുന്ദരം. ചേട്ടൻ എന്നെ നോക്കി ഒന്ന് ചിരിച്ചോ എന്തോ. അപ്പൊ ശരി, അടുത്ത വീഡിയോയിൽ കാണാം.